സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്ന് നടൻ ജയസൂര്യ. ഡിസംബർ 24-ന് താനും 29-ന് താനും ഭാര്യയും ഇഡിക്ക് മുൻപാകെ ഹാജരായിരുന്നുവെന്നും ജയസൂര്യ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെളുപ്പിച്ചെന്ന വാർത്ത നിഷേധിച്ച് നടൻ ജയസൂര്യ ഇഡി സമൻസ് നൽകിയെന്നും 7-ാം തീയതി വീണ്ടും ഹാജരാകണമെന്നും പറയുന്ന വാർത്തകൾ നുണയാണെന്ന് അദ്ദേഹം പ്രസ്താവനയിലൂടെ അറിയിച്ചു. 2 ദിവസമായി ചാനലിലൂടെ സമൻസ് കിട്ടുന്നതല്ലാതെ തനിക്കോ ഭാര്യയ്ക്കോ ഇഡിയിൽ നിന്ന് നേരിട്ട് നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് നടൻ വ്യക്തമാക്കി. ഡിസംബർ 24-നും 29-നും ഇഡി സമൻസ് പ്രകാരം ഹാജരായി. എന്നാൽ 7-ാം തീയതി വീണ്ടും ഹാജരാകാനുള്ള സമൻസ് ഇതുവരെ ലഭിച്ചിട്ടില്ല. പരസ്യ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്നവർ നാളെ എന്തൊക്കെ തട്ടിപ്പുകൾ ഒപ്പിക്കുമെന്ന് ഇന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ സാധിക്കുമോ എന്നും ജയസൂര്യ ചോദിച്ചു. എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നിയമാനുസൃതമായി മാത്രം നടത്തി കൃത്യമായ നികുതി പൊതുഖജനാവിൽ അടയ്ക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സാധാരണ പൗരൻ മാത്രമാണ് താനെന്നും നടൻ പറയുന്നു. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ വീണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി ജയസൂര്യയ്ക്ക് സമൻസ് നൽകിയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഓൺലൈൻ ലേലത്തിലൂടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാമെന്ന പ്രചാരണം നൽകിയാണ് സേവ് ബോക്സ് ആപ്പ് 2019 അവതരിപ്പിച്ചത്. ജയസൂര്യ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ ആപ്പ് അവതരണ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. സേവ് ബോക്സ് ബ്രാൻഡ് അംബാസിഡറാക്കാൻ ജയസൂര്യയ്ക്ക് കരാറുണ്ടെന്ന് ഇഡിക്ക് സംശയമുണ്ടായിരുന്നു. കരാറിന്റെ ഭാഗമായി ജയസൂര്യയ്ക്ക് ലഭിച്ച പണം സ്ഥാപനം നടത്തിയ തട്ടിപ്പിൽ നിന്നുള്ളതാണ് എന്നാണ് ഇഡിയുടെ നിഗമനം. കൊച്ചി ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ജയസൂര്യയെ നേരത്തെ ചോദ്യം ചെയ്തത്. ഒപ്പം ഭാര്യ സരിതയും ഹാജരായി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.